ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്. ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. അതിന് നൽകുന്ന ഉത്തരം, അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്. എന്നാൽ ബാഹ്യമായിട്ടുള്ള ഏതൊരു തിന്മയെയും നമ്മൾ എന്ത് നല്ല രീതിയിലാണല്ലോ ഇവർ ജിഹാദിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം പലരും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം ഒരു വീഡിയോയ്ക്ക് താഴെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ താഴെ വരും, നീ ഒരു ജിഹാദിയാണ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അതായത് ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കായിട്ടാണ് പലരും അതിനെ യൂസ് ചെയ്യുന്നത്, ജിഹാദ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള വാക്കിന്റെ അർത്ഥം അവർക്ക് പറഞ്ഞില്ലേ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും മനസ്സിലാക്കാറുണ്ടോ? ഇനി മനസ്സിലാക്കിയെങ്കിലും അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? അല്ലേ? ഇവരെന്ത് നല്ല രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മനോഹരമായിരിക്കുന്നു. നമുക്കറിയാം ദിവ്യ എസ് അയ്യർ അല്ലേ? എന്തായാലും ശരി, ഇവരുടെ മനസ്സിലാക്കൽ സ്വാഗതാർഹം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കി സമൂഹത്തിലോട്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിപ്പെടാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ ഈ ഒരു വാക്കിന്റെ ദുരുപയോഗം കുറച്ചെങ്കിലും ഒക്കെ തടയാനായിട്ട് നമുക്ക് സാധിക്കും.